മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഡിസംബർ 8 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഡിസംബർ 11 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഡിസംബർ 15 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിന്റെ വന്ദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിലരുടെ ലൈഫിൽ കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മളോട് ഷൈനിയാണ് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ ചെറുപ്പം മുതൽ 10 വയസ്സ് മുതൽ തൻ്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. തനിക്കിപ്പോൾ 57 വയസ്സുണ്ട്. ഇത്രയും കാലം തൻ്റെ ശരീരത്തിൽ ഇതുണ്ടായിരുന്നു. എന്നാൽ കോട്ടയം മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിക്കാനും അതിൽ നിന്നും കർത്താവ് തന്നെ പൂർണ്ണമായി വിടുവിച്ചു എന്ന സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മുൻപ് തന്നെ കണ്ടിരുന്നവർക്ക് ഇത് ആ വ്യക്തി തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ തൻ്റെ ജീവിതത്തിൽ മാറ്റത്തെ കർത്താവ് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഈ സിസ്റ്റർ പറയുന്നത് തനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനമുണ്ടായി. തൻ്റെ മകളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട് നടന്നു. താൻ ക്രിസ്തുവിലായപ്പോൾ തൻ്റെ ജീവിതത്തിനുണ്ടായ വലിയ മാറ്റത്തെയാണ് ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദറെ, ഈ സിസ്റ്ററിന് കർത്താവ് കൊടുത്ത ഒരു കൂട്ടം സൗഖ്യവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിൻ്റെ പേര് ഷൈനി എന്നാണ്. ഈ സിസ്റ്റർ 10 വയസ്സ് മുതൽ ഈ സിസ്റ്ററിന് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വെള്ളപ്പാണ്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഭയങ്കര എന്റെ കൈ വെള്ളപ്പാണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം. ഓക്കെ, ഇപ്പോൾ 57 വയസ്സായി. ആ വെള്ളപ്പാണ്ട് കോട്ടയം മീറ്റിങ്ങിൽ വെച്ച് 2019 ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തൊട്ട് വെള്ളപ്പാണ്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഭയങ്കര ഇടപാടായി പോലെ കർത്താവേ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ വിശ്വാസം എനിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ചേച്ചി ഫോട്ടോ ഒക്കെ ഇടാൻ വന്നിട്ടുള്ളത് കേട്ടോ. പാണ്ടുള്ള സ്കിന്നിന്റെ ഫോട്ടോ ഇടാൻ വന്നിട്ടുള്ളത്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മുഖത്തൊക്കെ പാണ്ടുണ്ട് അല്ലേ? ഉണ്ടായിരുന്നു. ചേച്ചിക്ക് 10 വയസ്സ് മുതൽ വെള്ളപ്പാണ്ടുണ്ട്. കൈയുടെ പുറത്തെല്ലാം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ 2019 പ്രാർത്ഥിക്കാൻ വന്നതിന് ശേഷം ചേച്ചി ചികിത്സിച്ചില്ലേ? ഇല്ല, മരുന്ന് കൊണ്ട് മാറത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ദൈവത്തിൽ ആശ്രയം. ഞാൻ ബ്രദറിന്റെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ വന്ന് ഓരോ ആരാധനയിലും എനിക്ക് ദൈവം ഒത്തിരി. ചേച്ചി എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം, എന്റെ പാണ്ടും കൂടെ മാറട്ടെ. ഇതൊരു വലിയ കാര്യമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാണ്ടുള്ള ഞാൻ ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ ചേച്ചി ഇപ്പൊ പറയണ എനിക്ക് പാണ്ട് മാറിയെന്നാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്കിങ്ങനെ പാണ്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബ്രദറിനും ഇങ്ങനെ പാണ്ടുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, അപ്പം നേരത്തെ പാണ്ടുള്ള മുഖത്തോടു കൂടി എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പൊ ഈ പാണ്ട് മാറിക്കഴിഞ്ഞപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കും, ആ ചേച്ചിയാണോ ഈ ചേച്ചി? അപ്പൊ അവർക്കൊരു സംശയം. അപ്പൊ ഞാൻ താടി വെച്ചപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അങ്ങേര് തന്നെയാണ് ഇങ്ങേരെന്ന് ഇപ്പൊ ചോദിക്കുന്നത്. ചില ആരോ ഒരാൾ പറയുന്നത് പാണ്ട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് താടി വെച്ചത്. പൊട്ടന്മാരെ കൈ മുഴുവൻ പാണ്ടായിരിക്കും, മുഖത്ത് താടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ഓർത്തെ, അപ്പൊ ആരും എന്നെ അങ്ങനെ തിരിച്ചറിയുന്നില്ലല്ലോ, നേരത്തെ ആണല്ലോ ഇങ്ങനെ. അപ്പൊ ഇതൊരു അടയാളമാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന്. ഫോണിലൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഷൈനി എന്ന് പറയുമ്പോൾ ആ പാണ്ടുള്ള ഷൈനി, ചൂണ്ടേ പാണ്ടുള്ള ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പെട്ടെന്നറിയും. അപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ. അപ്പൊ ഞാൻ അന്നേരം ബ്രദറിന്റെ കാര്യം ഓർത്തു. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, ബ്രദറിന്റെ മുഖത്ത് ഇങ്ങനെ പാടുള്ളത് മാറാതിരിക്കട്ടെ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്ത് മാറാതിരിക്കട്ടെ. നമ്മൾ ഒത്തിരി സുവിശേഷകന്മാരെ, അപ്പോൾ പ്രാർത്ഥനക്കാരൊക്കെ ഇങ്ങനെ TV പ്രോഗ്രാം ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. അതാരാ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാം, ഇങ്ങനെ നമുക്ക് പറയാലോ, ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്ത് ബ്രദറിന്റെ മാറാതിരിക്കട്ടെ എന്ന് ഞാൻ അന്നേരം മനസ്സിലോർത്ത്. മാറാതിരിക്കേണ്ട. കർത്താവ് നമുക്ക് കാൽവറിയിൽ മരിച്ചത് നമ്മൾ സൗഖ്യമാകാനാണ്. യേശു സൗഖ്യമാകട്ടെ. ആമേൻ. ഞാൻ ചുമ്മാ പറഞ്ഞോളൂ ചേച്ചിയുടെ ഹൃദയത്തിൽ നിന്നാ പറഞ്ഞ, എനിക്ക് മനസ്സിലായി. ഇതെന്തോ അടുത്ത ഫോട്ടോ പറഞ്ഞേ.
അടുത്തൊരു സാക്ഷ്യം, ഈ സിസ്റ്ററിന് വീട് ഒരുപാട് മലയുടെ മുകളിലായിരുന്നു വീട് ഉണ്ടായിരുന്നത്. ആമേൻ. അവിടുന്ന് താഴേക്ക് ഇറങ്ങണമെന്ന് ഈ സിസ്റ്റർ വളരെ ആഗ്രഹിച്ചു. എന്നാൽ പുറത്തേക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് താഴേക്കൊന്ന് ഇറങ്ങണമെന്ന്. എന്നാൽ ആ സമയത്ത് ആ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ഉരുള് പൊട്ടി. വീടിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ അത് പഞ്ചായത്തിൽ നിന്നൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇത് അപകടമാണെന്ന് മനസ്സിലായിട്ട് ഈ സിസ്റ്ററിനൊക്കെ 10 ലക്ഷം രൂപ അനുവദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട്. ഇതും ഫോട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് സാക്ഷ്യം പറയാൻ തന്നെ വന്നിട്ടുള്ളതാണ്. അടിപൊളി ഒരു വീട് ഇപ്പൊ തനിക്കുണ്ട്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. That is great. ആമേൻ. മോളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ മോളുടെ വിവാഹം വളരെ അനുഗ്രഹത്തോടു കൂടി നടന്നു. അടുത്തൊരു സാക്ഷ്യം കൂടി ഉണ്ട്. വീട് കിട്ടി, മോളുടെ വിവാഹം നടന്നു. ഏറ്റവും ചേച്ചിയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത വണ്ണം, തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം മുഖത്തെയും കയ്യിലെയും ചുണ്ടിലെയും ഒക്കെ പാടുമാറിപ്പോയി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. That is so amazing. God is so loving. ഈ സിസ്റ്ററിന് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരാളായിരുന്നു. എപ്പോഴും പാട്ട് പാടുമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ തൊണ്ടയിൽ ഭയങ്കര അസ്വസ്ഥതയായിട്ട് പാട്ട് പാടാനോ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ കരുതിയത് തൈറോയിഡ് ആയിരിക്കുമെന്ന് കരുതി. അങ്ങനെ എന്നാലും ഡോക്ടറെ കാണിക്കാനോ ചികിത്സിക്കാനോ സിസ്റ്റർ മുതിർന്നില്ല. പ്രാർത്ഥനയിൽ തന്നെ വിശ്വസിച്ചു. നമ്മുടെ പ്രാർത്ഥന എവിടെയുണ്ടെങ്കിലും ഈ സിസ്റ്റർ വരും. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സിസ്റ്റർ ജസ്റ്റിൻ ബ്രദർ പാടിയ പാട്ട് നടക്കാത്തതൊന്നുമില്ല എന്ന പാട്ട് ഫോണിൽ വെച്ച് കേൾക്കുമായിരുന്നു. ആ ഒപ്പം സിസ്റ്ററും പാടി. അത്ഭുതം എന്ന് പറയട്ടെ, തൊണ്ട തുറന്നു വന്നു. ഇപ്പോൾ നന്നായിട്ട് പാടാൻ പറ്റുമെന്നാ പറഞ്ഞത്. നടക്കാത്തതൊന്നുമില്ല. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞേ നടക്കാത്തതൊന്നും ഇല്ലെന്നൊന്ന് പറഞ്ഞേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ചേച്ചി 4 പ്രധാന കാര്യങ്ങൾ സാക്ഷ്യം പറഞ്ഞു. കർത്താവ് കൊടുത്ത വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞേ. കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. താങ്ക് യു വെരി മച്ച്. പറയാത്ത 3 കാര്യം കൂടി ഉണ്ട്. കോട്ടയത്ത് എഴുതി സ്ഥലമില്ലല്ലോ, അപ്പൊ കുറച്ചല്ലേ എഴുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോട്ടയം കോതമംഗലത്തെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് യൂട്രസിൽ മുഴയായതുകൊണ്ട് അതെടുത്ത് മാറ്റിയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ശരീരത്തിൽ. അപ്പൊ ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പൊ ഞാനിങ്ങനെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ വേറെ ഒരു പേഷ്യന്റിനെ കൂടെ കൂട്ടി 5:30 ആകുമ്പോൾ വീട്ടിൽ മടങ്ങി എത്തണമെന്നാ പറഞ്ഞത്. ആദ്യം തുടങ്ങിയപ്പം. അപ്പൊ ഞാനപ്പോ ആ ചേച്ചീനെ അപ്പം ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഞാൻ ഓർത്തു. അപ്പം ബ്രദർ വന്ന് ആദ്യമേ ഞങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് ആദ്യം തന്നെ പോരണമായിരുന്നു. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. പിന്നെ ഒന്നും കൂടെ കണ്ട് ബ്രദറിനെ പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് ഓടി വന്നു. സിസ്റ്ററെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, ഭയങ്കര ചൂടാണ് ശരീരത്തിൽ, അതുകൊണ്ട് 3-4 പ്രാവശ്യമൊക്കെ തലവഴി വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്തതിനു ശേഷമുള്ള പ്രശ്നം വേർപ്പ്, ചൂടങ്ങ് സഹിക്കാൻ വയ്യാത്ത ചൂട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഇങ്ങനെ അസ്വസ്ഥതയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇത്രയും ആൾക്കാർ വന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇനിയിപ്പോൾ സിസ്റ്റർ ഓർത്തിരിക്കുവാണോ പ്രാർത്ഥിക്കാൻ ഇപ്പം തന്നെ എന്ന് കരുതി ഞാൻ അങ്ങനെ ഞാൻ 2 കൈയും തലയിലെടുത്ത് വെച്ചു. എൻ്റെ തലയിലോട്ട് നിർബന്ധമായിട്ട് ഓർക്കുന്നുണ്ടായിരിക്കും, എടുത്ത് വെച്ചു. അപ്പം തന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ ചൂടും പൂർണ്ണമായിട്ട് വിട്ടു മാറി. കഴിഞ്ഞ മാസം എൻ്റെ മൂത്ത മോക്ക് പാലായിൽ വെച്ച് പാലായിലായിരുന്നു. തൊണ്ടയിൽ ഇങ്ങനെ ശ്വാസം വിടാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പല ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കട്ടപ്പനയിൽ മീറ്റിങ്ങിൽ കടന്നു വരണം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവം തന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കുഞ്ഞ് അവിടുന്ന് ഇവിടെ വന്നായിരുന്നു. അപ്പം ബ്രദർ ഫ്രണ്ടിലോട്ട് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞ കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസത്തെ മീറ്റിംഗ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ്. അപ്പം ഫ്രണ്ടിലോട്ട് വിളിച്ചു വരുത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. അത് രോഗമല്ല, രോഗത്തിന്റെ ആത്മാവ് നിന്നെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പൊ പൂർണ്ണ സൗഖ്യം കിട്ടി. ഈ ചേച്ചിയുടെ വീട്ടിൽ മൊത്തം സൗഖ്യവും അനുഭവങ്ങളേ ഉള്ളൂ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് ഒരു വിടുതലിനെ കൊടുത്തു. ഇതേപോലെ തന്നെയാണ് ഷൊർണൂറിൽ നിന്നും അനിതയും നമ്മളോട് സാക്ഷ്യം പറയുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ക്യാൻസർ മുഴയെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ രക്തക്കുഴലുമായിട്ട് ഒട്ടിയാണായിരുന്നത്. അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന പ്രയാസത്തോടെയാണ് സിസ്റ്റർ മീറ്റിങ്ങിൽ കടന്നു വന്നത്.
ആ സിസ്റ്റിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തു. ബ്രദർ അങ്ങോട്ട് ദൂത് പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു മുഴ തൻ്റെ ശരീരത്തില്ല എന്ന് കേൾക്കുവാനിടയായി തീർന്നു. കർത്താവ് ചെയ്ത അത്ഭുതത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ സർജറി കഴിയത്തില്ല, അല്ല സർജറിക്ക് പറഞ്ഞിരിക്കുന്ന മുഴയുമായി ഭാരത്തോടാണോ ആയിരിക്കുന്നത്? തൻ്റെ ലൈഫിനെ തന്നെ ചലഞ്ച് ചെയ്തിട്ടാണോ ചിലതായിരിക്കുന്നത്? വിശ്വാസത്തോടെ ആ ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. ജീവിക്കുന്ന ഒരു കർത്താവിന് മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. സൗഖ്യമാക്കുവാൻ അവൻ മതിയായവനാകുന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ചേച്ചിയോട് എന്താ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കാൻ പറഞ്ഞു വിട്ടിരുന്നേ? സ്കാൻ ചെയ്തിട്ട് എവിടെയായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്? രക്തക്കുഴലിൽ ഒട്ടിപ്പിടിച്ചിട്ട് ക്യാൻസർ ആയതായിരുന്നു. അപ്പൊ അത് അതിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻസറിന്റെ ചെറിയ മുഴയിലുണ്ടായിരുന്നേ. ക്യാൻസറിന്റെ മുഴയില് യൂട്രസിന്റെ ഭിത്തി ഒട്ടിപ്പിടിച്ചു. യൂട്രസിന്റെ അടുത്തായിട്ട്. യൂട്രസിന്റെ അടുത്തായിട്ട്. ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് യൂട്രസ് ഒക്കെ എടുത്ത് നീക്കം ചെയ്തു. ഓക്കെ. എനിക്ക് വീണ്ടും പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്നത്. വീണ്ടും എനിക്കത് വളർന്നു. ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും അത് ആ സ്ഥലത്ത് തന്നെ വീണ്ടും വളർന്നു. ഇപ്പൊ ചേച്ചി പോയി പരിശോധിച്ചോ? അത് രക്തക്കുഴലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വളർന്നതും വീണ്ടും രക്തക്കുഴലായിട്ട് ഒട്ടിപ്പിടിച്ചു. രണ്ടാമത്തെ വളർന്നത് ആ രണ്ടാമത്തെ സമയത്താണ് ചേച്ചി വന്നത്. സ്കാൻ ചെയ്തിട്ട് ഇപ്പൊ എന്താ ഡോക്ടർ പറയുന്നത്? ഒരു വലിയ കാര്യമാണ്. കൈയടിച്ച് ഒരു ആമീൻ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം വരുമ്പോ നേരത്തെ ക്യാൻസർ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞതാ. എന്നാൽ രണ്ടാമത് ക്യാൻസർ വന്നു. അത് കാരണം രക്തക്കുഴലില് ആ ക്യാൻസർ രക്തക്കുഴലിന്റെ മുകളിലൊക്കെ എന്തെങ്ങനെയാ രക്തക്കുഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ആ ക്യാൻസർ. സീരിയസ് കാര്യമാണ് എന്ന് പറഞ്ഞ രക്തക്കുഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ക്യാൻസറിന്റെ മുഴയുണ്ടായിരുന്നേ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് എന്റെ യേശു ഓപ്പറേഷൻ ചെയ്തത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് ഉറക്കെ ആമേൻ പറഞ്ഞേ. അതിന്റെ പേര് അത്ഭുതം എന്നല്ലാതെ പിന്നെ എന്തുവാ പറയുന്നേ? ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എറണാകുളത്ത് ചെന്ന സമയത്ത് എന്നെ കർത്താവ് ഒരു കാര്യം കാണിച്ചു. ഒരു ചേച്ചി വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, യൂട്രസ് എനിക്കൊരു പാത്രം പോലെ കർത്താവ് കാണിച്ചു. അതിൻ്റെ സൈഡ് ഭിത്തികൾ, മേളിലെ ഭിത്തി. എന്നോട് കർത്താവ് പറഞ്ഞു, ഇവരുടെ മേളിലും സൈഡിലൊന്നുമില്ല, താഴെയാണ് മുഴകളെന്ന് പറഞ്ഞു. ഈ ചേച്ചി അടുത്ത് വന്ന് നോക്കുമ്പോൾ എന്നോട് പറയാം 1, 2, 3 കുഞ്ഞു 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 മുഴകൾ. അത് ഇവരുടെ യൂട്രസിന്റെ താഴെയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഓപ്പറേഷൻ കുറെ കഴിഞ്ഞു. ഇവർക്ക് ഇന്നൊരു ഡെലിവറൻസ് വരണം. നിങ്ങളൊന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നമ്മൾ അടുത്ത പ്രാവശ്യത്തെ തൃശ്ശൂർ മീറ്റിങ്ങിന് നിങ്ങൾ വരണം, സാക്ഷ്യം പറയണം. നിങ്ങൾ സൗഖ്യം കിട്ടിയ ആളുകൾ പിന്നെ 6 മാസം കഴിഞ്ഞ് അടുത്ത പ്രശ്നമായിട്ട് വരില്ലേ? നിങ്ങൾ തൃശ്ശൂർ ഞായറാഴ്ച തോറും വരണം, അല്ലെങ്കിൽ 7 ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ വന്ന് സാക്ഷ്യം പറയണം. ഇത് മുഴുവൻ മഹത്വം കർത്താവിനല്ലേ? ഒരു നല്ല ആമേൻ പറഞ്ഞു. ഇതിനു മുമ്പിൽ വീണ്ടും ആ ഗ്രോത്തിന്റെ വളർച്ചയുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്, ഇനി അവരെ ഗ്രോത്ത് തുടരുത്. ഇവരുടെ ഉള്ളിൽ മരിച്ചു പോകുമെന്ന് ശരിക്കും ഭയമുണ്ട്. ആ ഭയം അവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കര ഉയർത്തിക്കുക എല്ലാവരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ക്യാൻസർ എന്ന് പറയുന്നത് വേദനിക്കുന്ന രോഗമാണ്. അത് വീണ്ടും വരുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വേദനയാണ്. എന്നാൽ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. ചേച്ചി കണ്ണുകളടച്ചേ. ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് വ്യക്തിപരമായി ചേച്ചി ആ ശക്തി അനുഭവിക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അങ്ങനെ ശക്തി അനുഭവിക്കാം. ഈ ചേച്ചി ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. കാണുന്ന വെളിപ്പാട് ഒരു വലിയ വെള്ളി വെളിച്ചം വരെ തൊടുന്നു. ഒരു മേഘ വരെ തൊടുന്നത് ഇവർക്ക് കാണാം. ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ഇപ്പോൾ ഹീലിംഗ് ഏഞ്ചൽസ് ഇവിടെ ചലിക്കട്ടെ. ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ.
Radhana Mahasoko. Radhamana Hasoko. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. ഹീലിംഗ് ഏഞ്ചൽസ് ഇവരെ തൊടട്ടെ. അവിടുത്തെ അത്ഭുത കരം ഇവരെ തൊടട്ടെ. ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇവിടെ ഫാൻ്റെ അടിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ കാറ്റുള്ള സ്ഥലമാണ് ഇത്. പക്ഷെ ചേച്ചിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു തീ ദേഹത്തൂടെ ഒഴുകിപ്പോയി, പൊള്ളുന്നത് പോലെ. അങ്ങനെയല്ലേ? ഒരു വലിയ വെളിച്ചം വന്ന് അടിക്കുന്നത് കണ്ടു. ആ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവാണ്. യേശു ചേച്ചി തൊട്ടതാണ്. ഇപ്പോൾ മുതൽ ആ മഴ ചുരുങ്ങി പോകുകയാണ്. ഇപ്പോൾ മുതൽ ചുരുങ്ങിപ്പോട്ടെ. കർത്താവേ, അങ്ങയുടെ അത്ഭുത കരങ്ങൾ തൊട്ടാട്ടെ. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. പറഞ്ഞ എല്ലാവരും മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മരണ ഭയം നീങ്ങി പോകട്ടെ. മരണ ഭയം മാറി പോകട്ടെ. ബ്രാൻഡുനോ നോസിലെ നരകോ സോക്കുനോ റീസല ബനായോതോ ലാൻഡുനോ റിയാസകബ. ഇപ്പൊ ചേച്ചി പറയുന്നത് സ്കാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമല്ലേ ചേച്ചിയോട് ഞാൻ ദൂത് പറഞ്ഞേ? കഴിഞ്ഞ മാസം. ഇത് കഴിഞ്ഞ മാസം ഞാൻ ചേച്ചിയോട് പറഞ്ഞ ദൂതാണ്. ഇന്ന് വരെ എന്തായാലും മനഃപൂർവ്വമായി സ്കാൻ ചെയ്തു. ആ സ്കാനിങ് റിപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കർത്താവ് ചെയ്തു എന്ന് പറയുന്നത് കാണാൻ വലിയ സന്തോഷമാണ്. അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. യൂട്യൂബില് പ്രാർത്ഥിക്കായിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കണേ. അതിന് എനിക്ക് ഒരുപാട് മാറ്റം എനിക്ക് എന്റെ ഭർത്താവിനും കുട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നത് ആദ്യം. ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവേ. ഒക്കെ മാറി. ഇപ്പോ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇവൾക്ക് ആദ്യം ഉണ്ടായിരുന്നു, മാറി വേഗം. ഞങ്ങൾക്ക് മൂന്നാളും ഭയങ്കര പ്രശ്നമായി. ഇവിടെയൊക്കെ മേലൊക്കെ ആകായിരുന്നു. ഓപ്പറേഷൻ സമയത്തും കൂടി എനിക്ക് ഡോക്ടർമാരൊക്കെ എന്നെ കണ്ടിട്ട് എന്താ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതൊക്കെ യേശു സൗഖ്യമാക്കി. അതാണ് എനിക്ക് പറയാനുള്ളത്. യേശുവാണ് എന്നെ മുഴുവൻ സൗഖ്യമാക്കിയത്. ചേച്ചിന് പറയാനുള്ളത് യേശുവാണ് എനിക്ക് സകലതും ചെയ്തത്. കൈ അടിച്ചു രാമേ. ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുക. ഞാൻ വിശ്വസിക്കുന്നത് മഴയുമായി ഭാരത്തോടായിരിക്കുന്നവർ ഈ സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെന്നില്ലാത്ത നിങ്ങളുടെ ഹൃദയത്തിലൊരു വിശ്വാസത്തെ ദൈവം പകർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം മഴയുള്ള ഭാഗത്തോട്ടൊന്ന് കൈകൾ വെച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ മഴയുമായി ഭാരത്തോടായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ. അത് ചുരുങ്ങിപ്പോകട്ടെ അപ്പ. അത് ചുരുങ്ങിപ്പോകട്ടെ അപ്പ. സർജറി പോലും ചെയ്യാൻ കഴിയത്തില്ല എന്ന പ്രയാസത്തിലായിരുന്ന ഈ സിസ്റ്ററെ അങ്ങ് വിടുവിച്ചുവെങ്കിൽ കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും അതേ ദൈവശക്തി ചലിക്കട്ടെ അപ്പ. ഇപ്പോഴാ സൗഖ്യം ചലിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അടുത്തത് മലയത്തു നിന്നും രാഹുലാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. രാഹുലിന് പറയാനുള്ളത്, താൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ ബൈക്ക് ഒരു കാറുമായി ഇടിക്കാനിടയായി തീർന്നു. തൻ്റെ തൊടയെല്ല് പൊട്ടി. തൻ്റെ മുട്ടിൻ്റെ സൈഡിലായിട്ട് 1 ഇഞ്ച് ആഴത്തിൽ തൊലി ഇളകിപ്പോയി. കുറച്ച് പ്രയാസത്തോടെയാണ് രാഹുലായിരുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്യാൻ കഴിയത്തില്ല. കാരണം തൻ്റെ ശരീരത്തിൽ നിന്നും ഒത്തിരി ബ്ലഡ് വാർന്നു പോയി, BP ലോ ആയി. അതുകൊണ്ട് അത് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു താനായിരുന്നത്. എന്നാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തനിക്ക് സർജറി കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ താൻ നടക്കുവാനിടയായി. തനിക്കുണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞിരുന്ന സകല കാര്യങ്ങളുടെ മേലും കർത്താവ് ഒരു സൗഖ്യത്തെ പകരുവാനിടയായി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദറെ, മരണത്തിൽ നിന്ന് ഈ ബ്രദറിനെ സർവശക്തനായ കർത്താവ് ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. ഇത് നമ്മുടെ ചന്ദ്രൻ ബ്രദറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയൻ ചർച്ചിന്റെ പാസ്റ്ററാണ്. അങ്ങനെ പറയാൻ നല്ല, ഇദ്ദേഹം പാസ്റ്ററായിട്ട് നമ്മൾ പേര് വിളിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ ചർച്ച് നോക്കുന്ന ഇദ്ദേഹമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 50 കൂടുതൽ കുടുംബം അവിടെ ഉണ്ട്. നമുക്ക് അത് കൂടുതലായിക്കൊണ്ടിരിക്കുന്നു കൃപയാൽ. അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചത് നമ്മൾ കൊറോണ സമയത്താണ് നമ്മൾ ചർച്ചുകൾ സ്പ്ലിറ്റ് ചെയ്തത്. അതിനകത്ത് നല്ലവണ്ണം നോക്കാൻ ചന്ദ്രബ്രനെ ഉപയോഗിച്ചു. ഇവൻ ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ദിവസം ഇവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് മുതൽ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുമായിരുന്നു അല്ലേ? ഇവൻ അന്ന് മുതൽ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട്
ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വണ്ടി ഇടിച്ചു. എനിക്ക് തോന്നേ ചന്ദ്രൻ എനിക്കൊരു വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞു. അയച്ചു തന്നില്ല, എനിക്ക് കാണണമെന്നില്ലായിരുന്നു. അയച്ചു തന്ന വീഡിയോയ്ക്കകത്ത് ഇവൻ പോയി അങ്ങോട്ട് ഇടിച്ചിരിക്കുക. അങ്ങനെയല്ല ചന്ദ്രൻ പറഞ്ഞത്? അതെ അതെ. ഇവ എങ്ങനെ പോയി ഇടിച്ചു എന്ന് അറിയത്തില്ല. ഒരു വണ്ടി എതിരൊന്നും വരുന്നില്ല, വണ്ടിക്കകത്ത് പോയി ഇടിച്ചിരിക്കുക. കാലിനകത്തുണ്ടായ പ്രശ്നം കുറച്ച് സിവിയർ ആയിരുന്നു. എന്നാൽ അവൻ ആരോഗ്യത്തോടെ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയതിന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ബ്രദറെ, ഈ ബ്രദറിന്റെ പേര് രാഹുൽ ചന്ദ്രൻ എന്നാണ്. മലയെന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2024 ഏപ്രിൽ 20 ബ്രദർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ബ്രദർ സഞ്ചരിച്ച ബൈക്കും ഓപ്പോസിറ്റ് വന്ന കാറുമായിട്ട് കൂട്ടിയിടിച്ചു. അപകടത്തെ തുടർന്ന് ബ്രദറിന്റെ വലത് കാലിന്റെ തുടയിൽ പൊട്ടിപ്പോയി. കൂടാതെ ആ വലത് കാലിന്റെ കാൽമുട്ടില് ഒരു വിരലിന്റെ ഇഞ്ച് ആഴത്തിൽ സ്കിൻ ഇളകിപ്പോയി. കൂടാതെ കാലിന്റെ കൊഴയും തെന്നി മാറി. ഈ ആക്സിഡന്റ് ഉണ്ടായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം സർജറി ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം ബോഡിയിൽ നിന്ന് അത്രയ്ക്ക് ബ്ലഡ് ലോസായി. ഈ ബ്ലഡ് ലോസ് ആയത് കാരണം ബിപിയും കുറവായിരുന്നു. എന്നാൽ ആ സമയം ബ്രദറിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം മെഡിസിൻ സപ്പോർട്ടോട് കൂടി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. സർജറിക്ക് തൊട്ട് മുമ്പേ ഡോക്ടേഴ്സ് ചന്ദ്രൻ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കാൽമുട്ടിലെ സ്കിന്ന് ഇളകിപ്പോയി. അതുകൊണ്ട് ഇടത് കാലിലെ തുടയിൽ നിന്ന് സ്കിന്ന് കട്ട് ചെയ്ത് വലത് കാലിലെ ആ മുറിവിൽ സ്കിന്ന് ഗ്രാഫ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. കൂടാതെ ഒരു പോസിറ്റീവ് റെസ്പോൺസും ഡോക്ടേഴ്സ് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർജറി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തി കർത്താവോട് വലിയൊരു മിറക്കിൾ ചെയ്തു. കാരണം ആ മുറിവിൽ സാധാരണ ഒരു മുറിവ് ഉണ്ടാവുമ്പോൾ ഒരു ലിക്വിഡ് ഫോം ചെയ്യും. ഡോക്ടേഴ്സിനെ തന്നെ അത്ഭുതപ്പെട്ടു. ആ സെക്കൻഡിൽ ആ ലിക്വിഡ് കർത്താവ് അവിടെ ഫോം ചെയ്യിപ്പിച്ചു. കൂടാതെ ഡോക്ടേഴ്സ് കുറെ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത് മുറിവ് കരിഞ്ഞുണങ്ങാൻ. എന്നാൽ മെഡിക്കൽ സയൻസ് പറഞ്ഞതുപോലെയല്ല, കർത്താവ് അവിടെ വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ആ മുറിവ് കരിഞ്ഞുണങ്ങി എന്നാണ് പറയുന്നത്. നമ്മുടെ നല്ല ഡോക്ടേഴ്സിനായിരുന്നു നല്ല കൈയടി കൊടുത്തേ. അവര് നമ്മൾ ടെൻഷൻ ആക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്, ടെൻഷൻ കുറയ്ക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. എന്നാൽ അവരെ പോലുള്ള ആളുകൾക്കായി നന്ദി. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ വരട്ടെ. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനെ ഇതും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആർക്കും ആ വിശ്വാസത്തിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആമീന സ്വത്രമൊന്നും ഇല്ലാത്തത് എന്താ? പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മളെ സഹായിക്കുന്ന എല്ലാ നല്ല ഡോക്ടേഴ്സിനുമായി സ്തോത്രം. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കർത്താവ് ഇവൻ നല്ല ശുശ്രൂഷകനായി ഞങ്ങളുടെ ചർച്ചിലെ അറിയപ്പെടുന്ന കർത്താവിൻ്റെ വേലക്കാരനായി ഇവൻ മാറട്ടെ. അപ്പം പിശാചിനെ അപഹരിക്കാൻ കഴിയത്തില്ലല്ലോ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്ട്. കൂടാതെ സർജറി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് മാത്രമേ നോർമലായിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ ജോൺ ബ്രദറിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഡോക്ടേഴ്സ് പറയുന്നതിന് അവൻ നോർമലായി നടക്കുവാൻ തുടങ്ങി. ആമേൻ. ലവ് യു. TV പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, ലയോള കോളേജ് ജംഗ്ഷൻ, വിഴിഞ്ഞം റോഡ്, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം AJ ഹാൾ, കല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് എന്നെ കാണുന്ന അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങളെ കേട്ട നിങ്ങളൊരു പ്രതീക്ഷയോടാണ് ആയിരിക്കുന്നത്. നമ്മൾ കണ്ടതും കേട്ടതുമായ ചിലത് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അത്ഭുതം ഇതിനെല്ലാം അപ്പുറമാക്കുന്നു. അത് നമ്മളുടെ ചിന്തകൾക്ക് അതീതമാക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമായിട്ടാണോ നിങ്ങളായിരിക്കുന്നതെങ്കിൽ അവൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ നിറവുണ്ടാകണം. അസാധ്യമെന്ന് പറയുന്നിടത്ത്, പ്രതീക്ഷ അറ്റുപോയി എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണമപ്പാ. അവിടുത്തെ അത്ഭുത കരം ചലിക്കണമപ്പാ. അവിടുത്തെ നിറവ് ഈ കുടുംബങ്ങളിൽ ഉണ്ടാകണം. താങ്ക് യു ജീസസ്.
താങ്ക് യു ജീസസ്. ഐ മീൻ തൻ്റെ മകൻ്റെ നടുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് ചില പ്രയാസത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാം. അത് അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ആ മേഖലയിൽ ഒരു സൗഖ്യം, അതിന്മേലൊരു വിടുതലിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അത് മാനുഷിക ചിന്തകൾക്കപ്പുറമാണ്. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതകരം അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ചലിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരം ആ കുടുംബത്തിന് വേണ്ടി ചലിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ മീൻ തകർന്നു പോയി എന്ന് പറയുന്ന ആ സ്ഥിതിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുടുംബത്തെ കർത്താവ് ഉയർത്തുകയാണ്. നശിച്ചുപോയി, ഇല്ലാതായിപ്പോയി, ഇനി ഉയർന്നു വരത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കർത്താവ് ആ കുടുംബത്തെ ഉയർത്തിയാണ്. എനിക്കൊരു കെട്ടിടം കാണാം, അത് പണി പൂർത്തിയായിട്ടില്ല, അതിനി പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ അതും നശിച്ചുപോയി. തങ്ങളുടെ ലൈഫിൽ എല്ലാ വാതിലുകളും അടഞ്ഞതുപോലെയാണ് ആയിരിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരു എഴുന്നേൽപ്പുണ്ടാകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. കർത്താവിൽ ആശ്രയിച്ചാട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, കാണുന്ന കുടുംബങ്ങളിലെല്ലാം അവിടുത്തെ അത്ഭുത കരം ചലിക്കണം. അപ്പോൾ ദൈവത്തിന് വിടുതലുണ്ടാകണം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.